ഇന്നത്തെ ഗോസ്പലിൽ മേരി കർത്താവിൻ്റെ കാലിലേക്ക് ഒഴുക്കിക്കളയുന്നത് വിലപിടിപ്പുള്ള നർദീൻ പെർഫ്യൂമാണ്. നർദീൻ ഹിമാലയത്തിൽ നിന്നുള്ള വളരെ റെയറായിട്ടുള്ള ഒരു സ്പൈസാണ്, പെർഫ്യൂമാണ്. അത് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ഇസ്രായേലിലേക്ക്. അതാണ് മേരി ഉപയോഗിക്കുന്നത്. യൂദാസ് അതിനിടുന്ന വില 300 ദിനാറയാണ്. 300 ദിനാറ എന്ന് പറയുമ്പോൾ ഒരാൾ 300 ദിവസം പണിയെടുത്താൽ കിട്ടുന്ന കൂലിയാണ്. അപ്പോൾ നമ്മുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 3 ലക്ഷം രൂപയോളം വില വരും. അത്രയും വിലയുള്ളതാണ് അവൾ കർത്താവിൻ്റെ കാലിലേക്ക് ഒഴുക്കിക്കളയാം. അതുകൊണ്ട് അവിടെ നിന്നിട്ട് പറഞ്ഞത് ഇത് വേസ്റ്റാണെന്ന്. ഇത് വേസ്റ്റാണ്. കാർമികരി സെമിനാരി പഠിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം പരിശുദ്ധ കുർബാന തിരുനാളാണ്. വലിയ സെമിനാരിയാണ്, വലിയ കോറിഡോഴ്സാണ്. എൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ 3 വിങ്ങളുള്ള കോറിഡോറിൽ ഞങ്ങൾ നിലത്ത് ഡിസൈൻ ചെയ്ത് അർക്കപ്പൊടിയിൽ കളർ ചേർത്ത് ഞങ്ങൾ കാർപ്പറ്റ് പോലെ തയ്യാറാക്കും. വൈകുന്നേരം ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ 100-300-ലധികം ബ്രദേഴ്സ് ഉണ്ട്. ഞങ്ങൾ 4-5 മണിക്കൂർ പണിയെടുത്തിട്ടാണ് അത്ര മനോഹരമായ കാർപ്പറ്റ് ഉണ്ടാക്കുന്നത്. വൈകുന്നേരം 1 മണിക്കൂറാണ് റെക്ടർ അച്ഛൻ ഈ പരിശുദ്ധ കുർബാന എടുന്ന് വിളിച്ചുകൊണ്ട് ഈ കാർപ്പറ്റിലൂടെ നടക്കുക. ഇപ്പം ഞങ്ങളുടെ ചില ബ്രദേഴ്സ് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, നമ്മൾ 100-300 ബ്രദേഴ്സ് 5 മണിക്കൂർ പണിയെടുക്കുമ്പോൾ 1500 മണിക്കൂർ നമ്മൾ പണിയെടുത്ത് ഒരുക്കുന്ന ഈ കാർപ്പറ്റ് 1 മണിക്കൂറിന് വേണ്ടിയാണ്. എന്തിന് ഇത്ര ചിലവാക്കുന്നത്, എന്തിന് ഇത്ര പാഴാക്കുന്ന ഒരു ചിന്തയുണ്ട്. ഇപ്പോൾ ക്രിസ്തുവിനെ വളരെയധികം പ്രണയിക്കുന്നൊരു അച്ഛനുണ്ട്, ഞങ്ങൾ പഠിപ്പിക്കുന്ന ക്രിസ്റ്റി അച്ഛൻ. അപ്പോൾ ക്രിസ്റ്റി അച്ഛൻ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ കർത്താവിന് ഇതൊന്നും പോരാ, ഇതൊന്നും പോരെന്ന് പറയും. വേസ്റ്റ് എന്നല്ല പറയും, ഇതൊന്നും പോരാന്ന് പറയാം. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ പോരാതെ വരും എന്നുള്ളതാണ്, അത് വേസ്റ്റ് ആവുന്നില്ല. ഇപ്പം നമ്മുടെ ഇടയിലുള്ള ഒരു ചിന്തയാണ് ദൂരത്തിനെതിരെയുള്ളൊരു ചിന്ത. കാശ് അധികം ചിലവാക്കരുത്, വലിയ വലിയ പള്ളികൾ പണിയരുത്, പെരുന്നാളിന് പടക്കൊന്നും പൊട്ടിച്ച് കാശ് കളയരുത്, ആഘോഷങ്ങളെ കുറക്കണമെന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ അതൊന്നും പോരാന്നല്ല തോന്നലല്ല ശരിക്കും വേണ്ടേ. ചില മനുഷ്യരുണ്ട്, അവർ ആഡംബരത്തിൽ ജീവിക്കുന്നു, ഒരു ആഡംബര വാഹനങ്ങളിൽ വന്നിറങ്ങുന്നു, ആഡംബര പള്ളികളിൽ ഇരുന്നിട്ട് അവർ ദാരിദ്ര്യത്തെക്കുറിച്ച് പട്ടിണിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ കുറേ പ്രസംഗിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ദരിദ്രരോട് സ്നേഹമുണ്ടോ? അല്ലെങ്കിൽ യൂദാസിനെ പോലെ അവർ പണസഞ്ചി കൈകാര്യം ചെയ്യുന്നവരാണോ? ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ.